നമുക്കിതിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലം പരിശോധിക്കാനുള്ളത്. കാരണം ഒരുപക്ഷേ കേരളത്തിൽ ഇതുവരെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ച ഉണ്ടാകുന്ന ഇടം കൂടിയാണത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന ഇടമാണ്, മറ്റൊന്നുമല്ല, അത് നേമം മണ്ഡലമാണ്. നേമം മണ്ഡലം ഇത്തവണ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വികസന വിഷയമാണ്. കാരണം അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഇടതു സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും BJPയിൽ നിന്നും വികസന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. മണ്ഡലത്തിൽ വികസനമൊന്നും നടന്നില്ല എന്ന BJPയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ശിവൻകുട്ടി എതിർ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ വെല്ലുവിളി BJPയും ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും അത് സാധ്യമാകുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാണ് സാഹചര്യം. സ്ഥലവും സാഹചര്യവും തീരുമാനിക്കൂ, സമയവും തീരുമാനിക്കൂ എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദം. അതേസമയം പൂജപ്പുരയിൽ നടത്താം ഇത്. അങ്ങനെയെങ്കിൽ ഈ വികസന ചർച്ച, ഈ വിവാദം, ഈ സംവാദം നേമത്ത് സാധ്യമാകുമോ? അങ്ങനെയെങ്കിൽ കൗതുകമുള്ള വ്യത്യസ്തമുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് കാണുകയും ചെയ്യാം. അതാണ് വികസനത്തിൻ്റെ നേമത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട സാഹചര്യം എന്നത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഇരു നേതാക്കളുടെയും നീക്കങ്ങൾ കാണാം. ആദ്യം വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി. വികസന ചർച്ചയ്ക്ക് രാജീവ് ചന്ദ്രശേഖരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ശിവൻകുട്ടിയുടെ വാക്ക്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നേമമണ്ഡലത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസന വിപ്ലവമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഡിബേറ്റിന് വെല്ലുവിളിക്കുക. ഓപ്പൺ ഡിബേറ്റ്. ഇതാണ് ശിവൻകുട്ടിയുടെ വാദം. ഓപ്പൺ ഡിബേറ്റാണ് വാദം. രാജീവ് ചന്ദ്രശേഖരൻ മറുപടിയുണ്ട്. ഈ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഥലവും തീയതിയും നിശ്ചയിക്കൂ, നമുക്ക് പങ്കെടുക്കാമെന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാദം. ഒപ്പം മണ്ഡലത്തിൽ ഒരു വിവാദങ്ങളും ഒരു വികസനവും നടന്നിട്ടില്ല എന്ന വാദം ഒന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ ഡീൽ ആരോപണങ്ങൾക്കും രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി അതിങ്ങനെയാണ്. നേമത്ത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം രാവിലെ മുതൽ ഗൃഹസന്ദർശന പരിപാടികളിലടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെ പോകുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ? നന്നായി പോകുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ലോക്സഭയിൽ ഞാൻ വന്നപ്പോൾ പുതിയ വ്യക്തിയായിരുന്നു. ഏറെ സ്നേഹം വോട്ട് കിട്ടിയ ഒരു നിയോജകമണ്ഡലമായിരുന്നു നേമം. ഇന്നും ഇവിടെ എല്ലാവരും കാണുമ്പോൾ ആ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. എന്താ എനിക്ക് തന്നെ ഒരു ഫെമിലിയർ ആകാൻ പറ്റിയെന്നൊരു അല്ല, അതല്ല, അതെല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നു, ഒരു മോട്ടിവേഷൻ കിട്ടുന്നു. ഈ ജനങ്ങളുടെ ആവശ്യം BJP NDA ഒരു MLA ഇവിടെ വരണം, പിന്നെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPനൊപ്പം ഒരു MLA ഉണ്ടാവണമെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു ഇമോഷണൽ ഒരു ഫീലിംഗ്, ഒരു വലിയ ഇൻസ്പിറേഷനും മോട്ടിവേഷനായിട്ട് ഞാൻ കാണുന്നു. ഈ മറ്റ് തെരഞ്ഞെടുപ്പുകൾ ഒന്നും ഉണ്ടാകാത്ത തരത്തിൽ ഈ ഡീൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഈ ഡീലുണ്ട്, CPM ഉം BJPയുമായി ഡീലുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസും BJPയുമായി ഡീലുണ്ടെന്ന് CPM പറയുന്നു. ഇതുവരെ ഇതെല്ലാം ഒക്കെ അവരുടെ പ്രചരണമാണ്. പക്ഷെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് ഒരു കൃത്യമായ ഒരു ഡീല് നമ്മൾ മഞ്ചേശ്വരത്തെ കണ്ടല്ലോ. അത് ആണല്ലോ ഒരു ഡീൽ. അത് SDPയും UDF തമ്മിലൊരു ഡീല്, അതിന്റെ തെളിവുണ്ട്, അതിന്റെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മറ്റേ ഡീലെല്ലാം കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണം. പക്ഷേ ഒരു സത്യമായി നമ്മളുടെ മുമ്പിൽ കാണാൻ കിട്ടുന്ന ഒരു ഡീലാണ് മഞ്ചേശ്വരത്തിൽ SDPയും കോൺഗ്രസ് നടത്തുന്നത്. എന്തുകൊണ്ട് SDPന്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചു? പേടിച്ചിട്ടല്ലേ? അപ്പോ ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ കൃത്യമായ ഡീല് കോൺഗ്രസും SDPയും, കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം. അതൊന്ന്. രണ്ടാമത്തത്, തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷൻ തമിഴ്നാട്ടില് ആരൊപ്പാ ഡീല്? ആരൊപ്പാണ്? CPM കോൺഗ്രസ് തമ്മിലല്ലേ? അപ്പോൾ ഈ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയവും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും എല്ലാം ഇവര് ചെയ്യും. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ നാടിന്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, ആരാണ്, ഏത് പാർട്ടിയാണ്, ഏത് കാൻഡിഡേറ്റാണ് ഏറ്റവും കൂടുതൽ താല്പര്യവും കഴിവുള്ളത്, അത് നടപ്പിലാക്കി തരാൻ. ഒന്ന്. രണ്ടാമത്തത്, ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഇതുവരെ ജനങ്ങൾ അവസരം കൊടുത്തത് കോൺഗ്രസിനും UDFനായിരുന്നു. അവരെന്ത് ചെയ്തു? അവസരം കിട്ടിയപ്പോൾ ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്കൊരു അവസരം തരും. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നേമത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, അത് ഈ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറഞ്ഞു, ഇവിടെ ഇനി വികസനമൊന്നും ബാക്കിയില്ല, അത്തരത്തിൽ വലിയ വികസനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ, ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ ശിവൻകുട്ടിക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോ 2 മിനിറ്റിൽ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം.
എത്രയോ കാര്യങ്ങൾ 10-20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ. ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബ്രാഞ്ച് സെക്രട്ടറി ആയ ഒരു രാജീവിനെ മത്സരിപ്പിക്കുന്നത്? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി എന്തുകൊണ്ടാണ് മത്സരിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനല്ലേ, രാജീവിനെ കൺഫ്യൂസ് ചെയ്യാനല്ലേ? മൂന്നാമത്തെ കാര്യം, പിന്നെ എന്തിനാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ഇലക്ഷൻ കമ്മീഷനെ കയറ്റി വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നോക്കും, നടക്കില്ല. ഞാൻ ഏറെ ബഹുമാനത്തോട് ഒരു മുതിർന്ന നേതാവാണ് ശിവൻകുട്ടിജി. ഇതെല്ലാം നടക്കുന്ന കാലങ്ങൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കൊരു അവസരം തന്നു ജനങ്ങൾ, ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയാൻ നട്ടലുണ്ടാവണോ? അതില്ല. അല്ല, താങ്കളെ ഈ വെല്ലുവിളിക്കുന്നത് പോലും, അതായത് ആത്മവിശ്വാസം കൊണ്ട് കാര്യമില്ല. എന്നെ വെല്ലുവിളിക്കുന്നത് ശ്രദ്ധ ജയിക്കാനല്ലേ? ഞാനൊരു പുതിയ വ്യക്തിയല്ലേ. ഇതുവരെ ഞാൻ MLA ആണോ? ഇവിടെ MP ആയിരുന്നോ? ഇല്ലല്ലോ. മന്ത്രി ആരായിരുന്നു? MLA ആരായിരുന്നു? MP ആരായിരുന്നു? അവരല്ലേ റിപ്പോർട്ട് കാർഡ് കൊടുക്കേണ്ടത്? ഞാനാണോ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് വെറുതെ വിഡ്ഢിയാക്കാനൊരു ശ്രമം ആവില്ല. ഒരു ചെറിയ ഇൻഫോർമലായ ഒരു കാര്യം കൂടെ, ഈ പേനയ്ക്കൊപ്പം താങ്കളുടെ ഈ പെൻസിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൻസിൽ കൊടുക്കുന്നത്? ചർച്ച ചെയ്യേണ്ട എന്താ വിഷയം? ഇങ്ങനെ ആരും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെൻസിൽ ഇങ്ങനെ പോക്കറ്റിൽ, ഞാൻ വളരെ ഇൻഫോർമൽ, ഒരു 20-30 കൊല്ലമായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. എന്റെ കീശയിൽ എപ്പോഴും ഒരു പെൻസിൽ ഉണ്ടാവും. കാരണം പെന്ന് വെക്കുമ്പോ പെന്ന് മറന്നു പോകുമ്പോ പെന്നിന്റെ വില കുറച്ച് കൂടുതലാണ്, പെൻസിലിന്റെ വില കമ്മിയാണ്. ഇത് മറന്നാലും മറ്റൊരു പെൻസിൽ വാങ്ങാൻ കഴിയും. അപ്പൊ പെന്ന് ലൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നു. എല്ലാ ആശംസകളും. ഓക്കെ. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രചാരണം പുരോഗമിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും നിയമത്തിന്റെ മുക്കിലും മൂലയിലും എത്തി വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, News 18. യെസ്, അതാണ് നിയമത്തിന്റെ പോരാട്ട ചിത്രം. അതാണ് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നിയമം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയം പറയുന്ന മണ്ഡലമാണ്. വേറൊന്നുമല്ല, വികസനമാണ് അവിടുത്തെ അജണ്ട. ഇരു സ്ഥാനാർത്ഥികളും വെല്ലുവിളിക്കുന്നു അവരുടെ വിജയത്തിന് വേണ്ടി, അവകാശവാദത്തിന് വേണ്ടിയാണ്. ഈ ശിവൻകുട്ടി വികസന സംവാദത്തിന് രാജീവ് ചന്ദ്രശേഖരെ വെല്ലുവിളിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അത് ഏറ്റെടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെയൊക്കെ മാധ്യമങ്ങളോട് നേരിട്ട് സ്ഥലവും സമയവും തീരുമാനിക്കാനൊക്കെ വെല്ലുവിളിച്ചു. ഈ വികസന സംവാദം ഇതൊരു പ്രഖ്യാപനത്തിനപ്പുറം കേരളത്തിൽ അല്ലെങ്കിൽ നിയമത്തൊരു കൗതുക കാഴ്ചയായി മാറാനുള്ള സാധ്യതയുണ്ടോ? അതിനൊരു ഇടം തെളിയുമോ? മുമ്പും കേരളത്തിൽ അങ്ങനെ നടന്ന ചരിത്രമുണ്ട്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരിക്കും, ത്രികോണ പോരാട്ടമായിരിക്കും നേമത്ത് നടക്കുകയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ചൂരും കൂട്ടുന്ന തരത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും പരസ്പരം പോർവിളികളുമായി രംഗത്തെത്തുന്ന സാഹചര്യം. അവിടെയാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ നിയമത്തിന്റെ വികസനം ചർച്ച ചെയ്യാൻ ശിവൻകുട്ടിയെ വെല്ലുവിളിക്കുന്നുവെന്ന് പറഞ്ഞത്. ശിവൻകുട്ടിയെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 29-ാം തീയതി പൂജപ്പുരയിൽ താൻ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ നാളെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ടാകണം നാളെ അദ്ദേഹം ആ സംവാദത്തിന് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. പക്ഷേ കൃത്യമായി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, നിയമത്തിന്റെ വികസനം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം, കൂടെ 2 മിനിറ്റ് വരുമെന്ന്. അതായത് നിയമത്തിനിയും വികസനം ബാക്കിയായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ആ വികസനം പൂർത്തീകരിക്കണമെങ്കിൽ താൻ MLA ആയാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ. അത് തന്നെയാണ് അദ്ദേഹം നമ്മളോടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് നിയമം മണ്ഡലം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യഘട്ടത്തിൽ ഈ പോര് നടക്കുന്നത് LDF-ഉം BJP-യും തമ്മിലാണ് എന്ന തരത്തിലുള്ള വലിയ രാഷ്ട്രീയ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ആയിരിക്കും അവിടെ ആര് ജയിക്കണമെന്ന് നിർണ്ണയിക്കുക, UDF ആയിരിക്കും അതിൽ നിർണായകമായൊരു ശക്തിയായി മാറുക എന്ന കോൺഗ്രസിന്റെ വലിയ രാഷ്ട്രീയ പ്രചാരണം നിയമം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന് K. മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ലഭിച്ച 35,000 വോട്ടിനപ്പുറത്തേക്ക് വോട്ട് ഉയർത്താനായാൽ അത് ആരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തും, അവിടെ ആരുടെ പ്രതീക്ഷകളായിരിക്കും പൂവണിയുക, ആരുടെ പ്രതീക്ഷകളായിരിക്കും മങ്ങിപ്പോവുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സസ്പെൻസ് തുടരുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെ നിയമത്ത് നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിനിടയിലാണ് ഈ വികസന വിഷയത്തിലടക്കമുള്ള സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടും അത് ഏറ്റെടുത്തുകൊണ്ടുമൊക്കെയുള്ള വാദപ്രതിവാദങ്ങൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ നടക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടേക്ക് കേന്ദ്ര പദ്ധതികളടക്കം കൊണ്ടുവരാൻ കഴിയുമെന്ന രാഷ്ട്രീയ പ്രചാരണം അവർ മറ്റ് BJP ഇതര വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. അതവർക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തിന് വഴിവെക്കുമെന്ന ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP ക്യാമ്പ്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ കോൺഗ്രസിന്റെ നിയമത്തെ പ്രകടനം എത്ര കണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഉണ്ടല്ലോ. ജയപരാജയം നിശ്ചയിക്കുന്നത് എന്തായാലും അതൊരു വലിയ ഫാക്ടറാണ്.
കെ മുരളീധരൻ പിടിച്ച വോട്ടുകൾ സമാഹരിക്കാൻ ഇക്കുറി ശബരിനാഥിന് കഴിയുമോ എന്ന ചോദ്യമാണ് പ്രസക്തം. ആ രീതിയിലേക്ക് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രചരണം ഉയർന്നിട്ടുണ്ടോ? ഇവിടെ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ ഈ 35,000-ന് മുകളിലേക്ക് അല്ലെങ്കിൽ 35,000-മോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ കെ ശബരിനാഥൻ പിടിക്കുന്ന ഓരോ വോട്ടുകളും അത് BJPയുടെ വോട്ട് ബാങ്കിലായിരിക്കും വിള്ളൽ വീഴ്ത്തുക. അതായത് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയായിരിക്കും ഇല്ലാതാക്കുക എന്ന ഒരു പൊതു രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല, അത് LDFും ആ പ്രതീക്ഷയിലാണ്. അതായത് കെ ശബരിനാഥൻ പരമാവധി വോട്ട് പിടിച്ചാൽ മാത്രമേ വി ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന്റെ പരമ്പരാഗത വോട്ടുകൾ, അതായത് CPMന്റെ കേഡർ വോട്ടുകൾ ഉറപ്പാക്കിക്കൊണ്ട് മണ്ഡലം നിലനിർത്താനാകൂ എന്ന പ്രതീക്ഷയിലും വിലയിരുത്തലുമാണ് LDF ക്യാമ്പുള്ളത്. അതേസമയം ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാകും. ഇടത് ക്യാമ്പിൽ അസംതൃപ്തരുണ്ട്. അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി മാറും. അതോടൊപ്പം കെ മുരളീധരൻ ഉണ്ടാക്കിയ അത്രയും സ്വാധീനം നേമത്ത് കെ ശബരിനാഥൻ ഉണ്ടാക്കുമോ എന്ന ഒരു സംശയം BJP ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൃത്യമായി BJP പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ CPMനെ മലർത്തിയടിക്കാം, വി ശിവൻകുട്ടിയെ മലർത്തിയടിക്കാം. അവിടെ രാജീവ് ചന്ദ്രശേഖരന് അനായാസേന ഒരു വിജയം കൈവരിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് BJP ക്യാമ്പുള്ളത്. എന്തായാലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന്റെ UDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അടക്കം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായം മുഴുവനായി തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ്. അത് കെ ശബരിനാഥന്റെ വിജയത്തിൽ നിർണായകമാകും. ആ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു കാരണവശാലും BJPക്ക് പോകില്ല. അത് കോൺഗ്രസിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടും. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾക്ക് ഒപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൂടി ഉറപ്പിക്കാനായാൽ ശബരിനാഥൻ ഉറപ്പിച്ച് വിജയം കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നേമത്തെ രാഷ്ട്രീയം പറയുന്നത് അതുതന്നെയാണ്. എന്തായാലും സംസ്ഥാനത്തിന്റെ മണ്ഡലങ്ങളെ അപേക്ഷിച്ചുള്ള വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇടമാണ്. എന്ന് മാത്രമല്ല, അവിടെ ജയപരാജയം നിർണ്ണയിക്കുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇതേ ആവശ്യം അവിടുത്തെ വോട്ടർമാരിലും സാധാരണ പ്രവർത്തകരിലേക്കും എത്തിയിട്ടുണ്ട്. എന്താണ് ഈ വിവാദ ചർച്ചകളിൽ നേമത്തെ വോട്ടർമാർ പറയുന്ന രാഷ്ട്രീയം? നമുക്ക് അവരുടെ വാക്കുകൾ കൂടി നല്ല ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളി. പിന്നെ ഗൗഡിയാർ കോർപ്പറേഷൻ സീറ്റുമാണ്. സാധ്യത ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ത്രികോണ മത്സരമാണ്. അപ്പൊ മാർജിൻ വളരെ കുറവായിരിക്കും. ആര് ജയിച്ചാലും മാർജിൻ കുറവായിരിക്കും. ശബരിനാഥ് മോശം കാൻഡിഡേറ്റ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ മെറിറ്റിനെയും ഡീമെറിറ്റിനെയും പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു മണ്ഡലമാണ് നേമം എന്നുള്ളത്. അത് കഴിഞ്ഞൊരു 4-5 തെരഞ്ഞെടുപ്പുകളായി, സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്ന 2016 തെരഞ്ഞെടുപ്പ് അതെ. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, 2011 മുതൽ കോൺഗ്രസ് ഏത് പാറ്റേണിലാണെന്ന് ചോദിച്ചാൽ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് കഴിഞ്ഞ് 2016 വരുമ്പോൾ വോട്ട് ഗണ്യമായി കുറയുന്നു. 2021 വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ അവരോട് വച്ചിട്ടും അവർക്ക് 35,000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കോൺഗ്രസിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഈ നിയമമണ്ഡലത്തിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായ ഒരു തെരഞ്ഞെടുപ്പല്ല. അതത് വാർഡുകളിലെ ജനങ്ങളുടെ, പിന്നെ വാർഡ് മെമ്പർമാരുടെ സ്വാധീനത്തിൽ ഈ കോൺഗ്രസ് ഇവിടെ സഹായിച്ചു കൊടുത്ത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ടർമാരെ സഹായിച്ചാണ് അവിടെ ചെയ്യുന്നത്. നിയമം മണ്ഡലം കൊടുത്ത് മോചിക്കാൻ ഇവിടെ കേരളത്തിൽ BJPക്ക് ആദ്യമായി വോട്ടിംഗ് പാറ്റേൺ ഒരു രൂപം കൊണ്ടുവന്നത് രാജഗോപാൽ ജയിക്കാം. പക്ഷേ അദ്ദേഹം ഇവിടെ ഒന്നല്ലായിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ആരായിരുന്നു? ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി. 10 രൂപയുടെ ഒരു വികസനത്തിനുള്ള ഒരു പാറ്റേൺ എടുത്ത് കാണിക്കാൻ 1,00,000 രൂപയുടെ ഒരു പൈസ കൊടുത്ത ഈ മണ്ഡലത്തിന് അദ്ദേഹത്തിനെ അവഗണിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിഷ്കരണം അദ്ദേഹത്തിന് തളമാറ്റി ഒരു മണ്ഡലം കൊടുത്താണ്. ഇവിടെ SDPI കാൻഡിഡേറ്റ് ഇല്ലാത്തിടത്തോളം കാലം ആരാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. കാരണം മുസ്ലിം വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണിതെന്ന് ജനത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ശിവൻകുട്ടി മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, പൂർണ്ണമായിട്ടും തോൽക്കുമെന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഈ വാക്ക് വേയിൽ ഞങ്ങളുടെ അസോസിയേഷനിലേക്ക് പോകുന്ന വഴിയുടെ കാര്യത്തിൽ വഴി അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം മേടിച്ച് വെച്ചിട്ട് ഞങ്ങളോട് പുള്ളി ചോദിച്ചെന്താ അറിയാം, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്നാണ്. എന്നിട്ട് വീണ്ടും പറയണു നിങ്ങളൊന്നും ഇവിടെ വികസനമൊന്നും വേണ്ടേ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്നും മൈൻഡ് ചെയ്തില്ല. കഴിഞ്ഞ 5 വർഷം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം 900 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ ആകെ നടത്തിയിട്ടുള്ളത്.
കാരണം നമ്മൾ വിദ്യാഭ്യാസ മേഖല എടുത്താൽ തന്നെ 23 സ്കൂളുകളാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. 19 സ്കൂളുകളും ഹൈടെക് ആക്കി ലോക നിലവാരത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 5 വർഷം ഈ രാജഗോപാൽ സാർ ഇരുന്ന 5 വർഷവും ഇപ്പോൾ ശിവൻകുട്ടി സാർ ഇരിക്കുന്ന 5 വർഷവും കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ മാത്രം 2.5 കൊല്ലം ഒരുത്തനെ ഇരുത്തും, അത് കഴിയുമ്പോൾ 2.5 കൊല്ലം അവനെ മാറ്റിയിട്ട് വേറെ എടുക്കും. ഈ 2 പേർക്കും പെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വർഷം നമ്മുടെ ഖജനാവിൽ നിന്ന് പോകുന്നത് 168 കോടി രൂപയാണ്. ഇങ്ങനെ പാർട്ടി വളർത്തുന്നത് ഒരു സംസ്ഥാനത്തും ഇങ്ങനെയുള്ള അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല ഉണ്ടാവില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.